കോടികൾ വിലമതിക്കുന്ന സ്വത്തിന് അവകാശികളായ ഒരു കുടുംബമാണിത്. കുടുംബനാഥനായ നൈനാന്റെ അച്ഛൻ എഴുതിയെന്ന് കാണിച്ച് 4 സഹോദരങ്ങൾ ചേർന്ന് ഒരു വിൽപത്രം കൊണ്ടുവന്നതോടെയാണ് ഇവരുടെ ജീവിതം തകിടം മറിഞ്ഞത്. നൈനാന്റെ മകൾ ജോമോൾക്ക് കാഴ്ചശക്തിയില്ല. ജോമോൾക്ക് കാഴ്ച ലഭിക്കുകയാണെങ്കിൽ മാത്രം നൈനാനും ഭാര്യ ലീലാമ്മക്കും സ്വത്ത് നൽകിയാൽ മതിയെന്ന് അച്ഛൻ വിൽപത്രം എഴുതിയെന്നാണ് സഹോദരങ്ങളുടെ വാദം. വിൽപത്രത്തിലെ വിചിത്രമായ ഈ വ്യവസ്ഥ കണ്ടതോടെ നൈനാന്റെ മനോനില തെറ്റി. 5 വർഷം മുമ്പായിരുന്നു ഇത്. ഇതോടെ സ്വന്തമെന്ന് കരുതി താമസിക്കുകയായിരുന്ന വീട്ടിൽ ഇവർ ആരുമല്ലാതായി. പട്ടിണിയും കഷ്ടപ്പാടും മുറുകിയതോടെ ജീവൻ നിലനിർത്താൻ രോഗിയായ ലീലാമ്മ ജോലിക്കിറങ്ങി. ഞാൻ പറഞ്ഞു മറ്റു ജോലിയൊന്നും ചെയ്യാൻ പഠിത്തം എനിക്കില്ല, ഞാൻ തൂത്ത് വാരിത്തരാം, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ചോറ് കെട്ടി എനിക്ക് ഉച്ചയ്ക്ക് തരും. ആ ചോറ് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനും ഭർത്താവും എൻ്റെ കുഞ്ഞും കൂടെ കഴിച്ച് ഉപജീവനം അങ്ങനെ പോവുകയായിരുന്നു. കാഴ്ചയില്ലെങ്കിലും കഷ്ടതകൾക്കിടയിലെ ജോമോളുടെ പഠനം MA വരെ എത്തി. ഇതാണിപ്പോൾ ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. നാട്ടുകാരുടെ സഹായങ്ങളുണ്ടെങ്കിലും ബന്ധുക്കളാരും ഇവരെ തിരിഞ്ഞു നോക്കാറേയില്ല. വേദനയും പ്രയാസങ്ങളും ഒക്കെ വരും. പക്ഷെ മരിച്ചു ഇതിനകത്ത് കിടന്നാൽ ബന്ധുക്കൾ ആരും നോക്കാനില്ല. നമ്മുടെ കുറ്റം പറയാനെ കൊണ്ടേ ഉള്ളൂ ആളെ. മകളുടെ ചികിത്സയും സ്വന്തമായൊരു വീടുമാണ് ഇവരുടെ സ്വപ്നം. ഇതിനായി വിൽപത്രത്തിലെ കുരുക്കഴിക്കാൻ കഴിയുന്നവരെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.